ഹലോ, പത്തരമാറ്റിൻ്റെ ഒരു പുതുവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവും നന്ദുവിൻ്റെ ഫ്രണ്ടും കൂടി മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇടി നിനക്ക് ഈ സ്റ്റേഷൻ പരിധിയിൽ തന്നെ SI ആയി ചാർജ് എടുത്താൽ നന്നായിരുന്നേനെ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തിനാടാ, എന്നിട്ട് വേണം നിന്നെയൊക്കെ പിടിച്ച് എന്നും അകത്തിടാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനി വരുന്നത് ഫ്രണ്ട്സ് കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ അകത്തിട്ടാലും സാരമില്ല, അതെ വരുന്നവനെ നീ അകത്തിടാതിരുന്നാൽ മതി. അപ്പോഴാണ് നന്ദുവും അനിയെ കാണുന്നത്. അനിയെ കണ്ടത് നന്ദുവിൻ്റെ മുഖം വല്ലാതാകുന്നുണ്ട്. അനി വന്നത് രണ്ടാൾക്കും കൈ കൊടുക്കുന്നുണ്ട്. അന്നേരം അവർ പറയുന്നുണ്ട്, എടാ നീ എന്തിനാ ഞങ്ങൾക്ക് കൈ തന്നത്? കൈ കൊടുക്കേണ്ടത് ഇവൾക്കല്ലേ, ഇവളല്ലേ SI ആയിട്ട് വന്നത്. അത് കേട്ട് അനി പറയുന്നുണ്ട്, ഞാൻ കൈ തന്നത് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഇട്ട് നല്ല ഇടി കൊടുത്തതിനാലാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത് എന്ന്. പിന്നെ ഫ്രണ്ട്സുമാർ രണ്ടുപേരും അവരെ തനിച്ച് വിട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്കൊരു ഭാര്യയുള്ളപ്പോൾ നീ എന്തിനാ എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? അത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ നടന്നാൽ നീ എന്നെ പിടിച്ച് അകത്തിടുമോ? നിനക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ എന്നെ പിടിച്ച് അകത്തിട്ടോ എന്ന് പറയുന്നുണ്ട്. നന്ദു പിന്നെയും അനിയെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. നീ അങ്ങനെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ അന്ന് ക്യാമ്പിലേക്ക് വന്നത്. അന്നേരം നന്ദു പറയുന്നുണ്ട്, നീ അങ്ങനെ വന്നതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ വന്നതുകൊണ്ടാണ് അവിടെയുള്ള നിന്റെ പ്രശ്നം ഇവിടെ അറിഞ്ഞതും മുത്തശ്ശൻ ഇടപെട്ടതും ഇപ്പോൾ നീ ഇങ്ങനെ SI ആയി പുറത്ത് വന്നതും. അല്ലെങ്കിൽ നീ എപ്പോഴേ ക്യാമ്പിൽ നിന്ന് പുറത്തായേനെ. നന്ദി വേണമെടി, നന്ദി എന്ന് പറയുന്നുണ്ട് അനി. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് എന്നെ സഹായിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. ആദർശേട്ടനോടും ചേച്ചിയോടും മുത്തശ്ശനോടും എല്ലാം. അവരൊക്കെ നിന്നോട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞാൽ എനിക്കത് അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്കിപ്പോ എന്ന് പറഞ്ഞ് നന്ദു അവിടുന്ന് പോകുന്നുണ്ട്. അവൾ പോകുന്നത് നോക്കി ആനി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദു പോലീസ് യൂണിഫോം ഒക്കെ അണിയുന്നതാണ്. സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ പോവുകയാണ്. ഏതായാലും പോലീസ് യൂണിഫോം ഇട്ട് നന്ദുവിനെ കണ്ടപ്പോൾ കനകയ്ക്കും ഗോവിന്ദനും വളരെയധികം സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് നന്ദു അവരുടെ കാലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ചേച്ചിമാരെയും കാണണം, എന്നിട്ട് അനുഗ്രഹം വാങ്ങണമെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പോലീസ് ജീപ്പ് അനന്തപുരിയുടെ മുറ്റത്ത് വന്നപ്പോൾ ജലജ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പോലീസ് ജീപ്പ് എന്താ ഇവിടെ? അപ്പോഴാണ് ജലജ പോലീസ് ജീപ്പിൽ പോലീസ് യൂണിഫോമിൽ ഇരിക്കുന്ന നന്ദുവിനെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒന്ന് പതറുന്നുണ്ട്. എന്നിട്ട് മുഖമൊക്കെ ഒന്ന് വല്ലാതാകുന്നുണ്ട്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ജീപ്പിൽ നിന്ന് നന്ദു ഇറങ്ങുന്നത് കണ്ട് ദേവയാനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നന്ദുവിനെ ആ വേഷത്തിൽ കണ്ടപ്പോൾ ദേവയാനിക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. ദേവയാനിയെ കണ്ടതും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് നന്ദു. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, മോൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? മോൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, ആ സന്തോഷമൊക്കെ നല്ലത് തന്നെ, ഇനി ആ സ്വഭാവം കൂടി ഒന്ന് നന്നാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ, എൻ്റെ സ്വഭാവമൊന്നും ഞാൻ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല അപ്പച്ചി. എല്ലാവർക്കും ഒരു സ്വഭാവ രീതിയുണ്ട്. അത് മാറ്റിയാൽ സ്വന്തം വ്യക്തിത്വം തന്നെ മാറിപ്പോകില്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, എങ്കിലും ഒന്ന് ഒതുങ്ങിയാൽ നിനക്ക് കൊള്ളാമെന്ന് പറയുന്നുണ്ട് ജലജ. പിന്നെ നന്ദു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചേച്ചിമാരെ കാണാനാണ് വന്നത്, അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങണമെന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, മോൾ ഉള്ളിലേക്ക് വാ, ഞാൻ അവരെ പോയി വിളിച്ചു കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവരെ വിളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി ചെന്ന് നയനയോട് പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ ഒരു VIP വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അത് ആരാ അമ്മേ എന്ന്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതും പറഞ്ഞിട്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ നയനയും ആദർശം താഴെ ഇറങ്ങി വരുമ്പോൾ പോലീസ് യൂണിഫോം ഇട്ട് നിൽക്കുന്ന നന്ദുവിനെ കണ്ട് വളരെ സന്തോഷമാകുന്നുണ്ട്. നയന പോയി നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നാലെ നവ്യയും വരുന്നുണ്ട്. എന്നിട്ട് നന്ദു എല്ലാവരുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. പക്ഷേ ജലജയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയില്ല. അതുകൊണ്ട് തന്നെ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. എന്നിട്ട് മനസ്സിൽ ശപിക്കുന്നുണ്ട്, അവൾ എൻ്റെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടില്ല, ഒരു കാലത്തും അവൾ ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. നന്ദു സ്റ്റേഷനിൽ പോയി സമയത്തിന് ചാർജ് എടുക്കേണ്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. പോകാൻ നേരം ചുറ്റും ഒന്ന് കണ്ണോടിക്കുന്നുണ്ട്. ആ കണ്ണുകൾ പരതുന്നത് അനിയെയാണ്. അത് ആദർശിനും നയനക്കും ജലജയ്ക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. ഇതോടുകൂടി കഥ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ.